അതുകൊണ്ട് തന്നെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി, നിങ്ങൾ അള്ളാഹുവിന്റെ കണ്ണിൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകണമെങ്കിൽ നിങ്ങൾക്ക് ചില ക്വാളിറ്റികൾ വേണം. നിങ്ങൾ നേടിയെടുക്കുന്ന അറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് റബ്ബിന് തോന്നണം. എങ്കിലേ നമ്മളെ നമസ്കാരത്തിന് അള്ള വിലയിടൂ, എങ്കിലേ നമ്മളെ നോമ്പിന് പടച്ചോൻ വിലയിടൂ, എങ്കിലേ അള്ളാഹ്ക്ക് നമ്മളൊരു അടിമയാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വിശ്വാസിയാണെന്ന് റബ്ബ് ബോധ്യപ്പെടൂ. അത് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഖംസുൻ, 5 കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. 5 സ്വഭാവം. ഈ 5 സ്വഭാവം നമ്മളെ ജീവിതത്തിലുണ്ടോ അള്ളാഹ് നമ്മളെ സ്നേഹിക്കും, നമ്മളെ മരണം പോലും പടച്ച റബ്ബ് ഏറ്റവും സന്തോഷത്തോടെ ആക്കി തരും. സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, ഏതാണ് 5 കാര്യങ്ങൾ? ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സൂക്ഷിക്കേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു. 1, ഇത്തഖിൽ മഹാരിമ ഫതകുൻ അബദന്നാസ്. ഫതകുൻ അബദന്നാസ്, നീ നല്ലൊരു വിശ്വാസിയാണ്, നീ നല്ലോണം ഇബാദത്തെടുക്കുന്നവനാണ് റബ്ബിന് ബോധ്യപ്പെടണമെങ്കിൽ എന്തുണ്ടായാ മതി? എന്നെ 5 വക്തിനും പള്ളി കണ്ടാ മതി. അല്ല, എന്നെ കോലത്തിലും രൂപത്തിലും ചിഹ്നത്തിലും ഈ ഒരു ഭയങ്കര മുത്തക്കിയായാ മതി. അല്ല, നാട്ടിലെ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ കടിഞ്ഞാണ് പിടിക്കുന്ന പ്രസിഡന്റ് ആയാ മതി. അല്ല, നീ നാട്ടിൽ 100ഉം 1000ഉം കൊടുക്കുന്ന ധനാഢ്യനായാ മതി. പോരാ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, നീ ഒരു വിശ്വാസിയാണെന്ന് റബ്ബിന് ബോധ്യപ്പെടണമെങ്കിൽ, നിന്റെ നിസ്കാരവും നോമ്പിനും ഒക്കെ ആത്മാർത്ഥതയുണ്ടെന്ന് അള്ളക്ക് ബോധ്യപ്പെടണമെങ്കിൽ, ഇത്തഖിൽ മഹാരിമ, അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യം കഴുത്തു മുറിച്ചു കൊടുക്കേണ്ടി വന്നാലും ആ ഹറാമിങ്ങി ചെയ്യാൻ പോകരുത്. നിന്റെ പ്രാണൻ വെടിയേണ്ടി വന്നാലും ആ ഹറാമുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിന് ഇങ്ങി തയ്യാറാവരുത്. ആ മനസ്സ് നിനക്കുണ്ടോ? ഫതകുൻ അബദന്നാസ്, എങ്കിൽ അള്ളാഹു നിന്നെ ജനങ്ങളിലെ ഏറ്റവും നല്ല ഇബാദത്തുകാരനായി പരിഗണിക്കും. അല്ലെങ്കിലോ അള്ളാഹ്ക്കറിയാം അങ്ങി ഭയങ്കര അഭിനയ, കാര്യത്തോടടുക്കുമ്പോ എനിക്ക് വലിയ ഈമാനൊന്നും ഉണ്ടാവില്ല എന്ന് റബ്ബിനറിയാം. പിന്നെ നിസ്കാരവും നോമ്പും ഒക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ നിർവഹിക്കുന്നു എന്നല്ലാതെ അള്ളാഹുവിന്റെ കണ്ണിൽ നിനക്കൊരു വിശ്വാസിയായി മാറണമെങ്കിൽ അള്ളാഹ് ഹറാമാണെന്ന് പഠിപ്പിച്ച കാര്യത്തോട് അതേ ഹറാമിന്റെ മനോഭാവം വെച്ചു പുലർത്തണം. ഏതുപോലെ? ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസം നാഥനിലാണ് എന്ന തിരിച്ചറിവോടെ നീ ജീവിക്കണം. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഒന്ന് മുകളിലേക്ക് എടുക്കുമ്പം ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം മുക്കിപ്പിടിച്ച ശത്രുവിന്റെ കണ്ണിൽ നോക്കി അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹു അക്ബർ, എനിക്കിന്റെ പടച്ചോനാ വലുതെന്ന്. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങളയച്ച് ഇരുമ്പ് കമ്പി ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റിയപ്പം സുമയ്യ എന്ന നമ്മളെ ധീരവനിത പെങ്ങൾ പറഞ്ഞില്ലേ, ഉമ്മ പറഞ്ഞില്ലേ, അല്ലാഹു അക്ബർന്ന്. ചാട്ടവാറുകൊണ്ട് മരുഭൂമിയിൽ കിടത്തി തല്ലുകിട്ടിയപ്പോഴും ശരീരത്തിന്റെ തൊലികളിൽ നിന്ന് മാംസം വേർപ്പെട്ട് തെറിച്ചപ്പോഴും ശത്രുവിന്റെ കണ്ണിൽ നോക്കിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹു അക്ബർന്ന്. ആ വിശ്വാസം, ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അള്ളാനെ തള്ളിപ്പറയാത്ത വിശ്വാസം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ, ശത്രുക്കളായ ആളുകൾ വേഷം മാറി റസൂലുള്ളാന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ 70 പേരെ തരണം. അവര് വന്നത് സത്യസന്ധമാണെന്ന് തെറ്റിദ്ധരിച്ച റസൂലുള്ള 70 സഹാബാക്കളെ ഹാഫിലീങ്ങളെ പറഞ്ഞയച്ചു. പക്ഷേ കയറി വന്നത് നസാറാക്കളിൽപ്പെട്ട ക്രിസ്ത്യാനികളായ ശത്രുക്കളായിരുന്നു എന്ന് റസൂലുള്ളക്ക് പോലും മനസ്സിലായില്ല. മക്കയുടെ അതിരുവിട്ട് നസാറാക്കളെ പറമ്പിലെത്തിയ സെക്കൻഡിൽ 69 പേരെയും അവര് തോന്നിയ കോലത്തിൽ കൊന്നുകളഞ്ഞു. ചിലരെ കൈകാലുകൾ വെട്ടിമാറ്റി രക്തം വാർത്തിക്കൊന്നു, മറ്റു ചിലരെ തിളച്ച എണ്ണയിലിട്ട് കൊന്നു, മറ്റു ചിലരെ കുരിശിലേറ്റി കമ്പി കൊണ്ട് കുത്തിക്കൊന്നു. അവസാനം 69 പേരെയും കൊന്ന് 70-ാമനായി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ എന്ന അവരുടെ നേതാവിനെ മുൻപിൽ കൊണ്ടു നിർത്തി ഈത്തപ്പനയിൽ കൈകാലുകൾ ഒരു കുരിശ് പോലെ കെട്ടിവെച്ച് ശത്രു ചോദിച്ചു, ഹുദാഫ, താങ്കൾക്ക് രക്ഷപ്പെടാൻ ഒരു അവസരമുണ്ട്. എന്തേ? താങ്കൾ ആ കുരിശിൽ കിടന്നു പറയണം, എന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ. ഒറ്റ വർത്താനം, നിങ്ങൾക്ക് രക്ഷപ്പെടാം. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ പുച്ഛത്തോടെ പറഞ്ഞു, എന്റെ റസൂലുള്ളാന്റെ ശരീരത്തിൽ ഒരു രോമം തറയ്ക്കുന്നത്, ഒരു മുള്ള് തറയ്ക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കോപാകുലനായ ഭരണാധികാരി ഹുദൈഫാന്റെ 2 കൈകളിലും കുന്തം അടിച്ചു താഴ്ത്തുന്ന കുന്തത്തിന്റെ വേദനയോടൊപ്പം ഹുദൈഫാന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. രാജാവ് ചോദിച്ചു, ഹുദൈഫ, മരണത്തെ പേടിയുണ്ടോ? ഇപ്പൊ പേടിയുണ്ടോ ഹുദൈഫ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പേടിച്ചിട്ടല്ല ഞാൻ കരഞ്ഞ്. പിന്നെന്തിനാ ഹുദൈഫ കരഞ്ഞ്? ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു,
നിനക്കെന്നെ കൊല്ലാൻ ഒരു തവണയെ പറ്റൂ. ഞാൻ ആഗ്രഹിച്ചുപോയി, എനിക്കെങ്ങാനും എന്റെ രോമത്തിന്റെ അത്ര ജീവനുണ്ടായിരുന്നെങ്കിൽ ഓരോ ജീവനും നീ ആ വറച്ചട്ടിയിലിട്ടും നീ ആ കുരിശിലിട്ടും കൊല്ലുമ്പം അത്രയും ജീവന്റെ കണക്ക് എനിക്കെന്റെ റബ്ബിനോട് പറയാനുണ്ടാകും. ഇതിപ്പോ ഒരു ജീവന്റെ കണക്കല്ലേ റബ്ബിനോട് എനിക്ക് പറയാനുള്ളൂ എന്നാലോചിച്ചിട്ട് എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. ആ വിശ്വാസത്തിന്റെ മുൻപിൽ അങ്ങേയറ്റം കളിയാക്കപ്പെട്ട ഭരണാധികാരി ഹുദൈഫാന്റെ കാൽഭാഗത്തും കുന്തം കുത്തിയടിച്ചു കൊന്നു എന്ന ഇസ്ലാമിക ചരിത്രത്തിലുള്ളത്. ആ വിശ്വാസം, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ച പിന്നെ ജീവൻ വെടിയേണ്ടി വന്നാലും ആ ഹറാമ് ചെയ്യൂല. പക്ഷെ ഇന്നോ അള്ളാഹ് നിഷിദ്ധമാക്കിയ പലതും നമ്മൾ ചെയ്യും. ഉദാഹരണമായി ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാ മക്കയിൽ നിന്നും മദീനയിലേക്ക് നാടുവിടേണ്ടി വന്ന്? മക്കയിൽ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ പേരിലല്ല, മക്കയിലെ ഏതെങ്കിലും ഒരുത്തന്റെ ഭണ്ഡാരം കുത്തിത്തുറന്നതിന്റെ പേരിലല്ല, മക്കയിലെ ഏതെങ്കിലും ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കി വിശ്വാസവഞ്ചന കാണിച്ചതിന്റെ പേരിലല്ല. മറിച്ച് മക്കയിൽ നിന്നും അള്ളാന്റെ ഹബീബായ നബി തങ്ങൾക്ക് മദീനയിലേക്ക് പോകേണ്ടി വന്നത് റസൂലുള്ള അന്നത്തെ മക്കക്കാരോട് പറഞ്ഞു, ലാത്ത എന്ന മനുഷ്യന്റെ കബറിങ്കൽ പോയി പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരില, ഉസ്സ എന്ന മരത്തിന്റെ അടുത്ത് പോയി ദുആ ഇറക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരില, മനാത്ത എന്ന കൽബിംബത്തിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യരുത് എന്ന് പറഞ്ഞതിന്റെ പേരില അള്ളാന്റെ ഹബീബിന് മക്ക വിട്ട് മദീനത്തേക്ക് പോകേണ്ടി വന്നത്. ആ റസൂലുള്ള മദീനയിൽ നിന്ന് 10 കൊല്ലങ്ങൾക്ക് ശേഷം തിരിച്ച് മക്കയിലേക്ക് വരുമ്പം മക്ക വിജയിച്ചടക്കുന്ന പ്രവാചകൻ മക്കയിൽ കാലുകുത്തുന്ന ആദ്യത്തെ കൽപ്പന സ്വന്തം മകള് ഫാത്തിമ ബീവിന്റെ ഭർത്താവ് അലിയാര് തങ്ങൾ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു, അലി, ഒരു കമ്പിപ്പാര ഇതാ. കയ്യിലുള്ള ഇരുമ്പിന്റെ കമ്പിപ്പാര അലിയുടെ കയ്യിൽ കൊടുത്തിട്ട് റസൂലുള്ള പറഞ്ഞു, അലി, ആരെയെങ്കിലും കൂട്ടിയിട്ട് മക്കയിൽ ഉയർന്നു നിൽക്കുന്ന സർവ്വ കബറുകളും നീ അടിച്ചു നിരപ്പാക്കണം അലി. ഒരു കബർ പോലും വിട്ടേക്കരുത് അലി. നെരിയാണിയുടെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന കബറുകൾ കുമ്മായമിട്ടതും കുമ്മായമിടാത്തതും മൺകൊണ്ടുയർത്തിയതും മണ്ണ് കെട്ടാതെ ഉയർത്തപ്പെട്ടതും ഈത്തപ്പനയാൽ വലയം ചെയ്യപ്പെട്ട ഓല കൊണ്ട് പൊതിഞ്ഞു വെച്ചതും സർവ്വതും അടിച്ചു നിരപ്പാക്കണം അലി. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അലി ബിൻ അബീ ത്വാലിബ് കയ്യിൽ കിട്ടിയ മൺവെട്ടിയും എടുത്ത് സർവ്വ കബറും നിരപ്പാക്കി. ഇന്നും നൂറുകണക്കിന് പ്രവാചകന്റെ ഉലമാക്കൾ കിടക്കുന്ന മണ്ണിൽ, റസൂലുള്ളാന്റെ കൂടെ ജീവിച്ച ഔലിയാക്കൾ കിടക്കുന്ന മക്കയിലെ മണ്ണിൽ ഒരൊറ്റ കബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. ഒരൊറ്റ കബർ അവിടല്ല. ഖന്ദഖീങ്ങളുണ്ട്, ബദരീങ്ങളുണ്ട്, ഉഹദീങ്ങളുണ്ട്, ഖൈബരീങ്ങളുണ്ട്. കാരണം പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിച്ചു, ലാ തജ്അൽ ഖബരി വസനൈ ഉബദ്, ഞാനാണ് മരിക്കുന്നതെങ്കിൽ പോലും എന്റെ കബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല. ലാ തജ്അൽ ഖബരി ഈദാ, ഞാൻ മരിച്ചാൽ പോലും എന്റെ കബറിന്റെ അടുത്ത് വന്ന് ആഘോഷിക്കരുത്, ദ്വാരക്കരുത്, പ്രാർത്ഥിക്കരുത്. കബർ സന്ദർശിക്കാം, കബറാളിയെ പറ്റി ചിന്തിക്കാൻ, കബറിലേക്ക് കിടക്കേണ്ടതാണെന്ന് ഓർക്കാൻ, അല്ലാതെ കബറിന്റെ അടുത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കുകയോ സുജൂദ് ചെയ്യുകയോ ചെയ്യരുത്. ഇത് കേട്ടപ്പോൾ മക്കയിലെ ചിലർ പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളുടെ വാപ്പാരും വാപ്പന്റെ വാപ്പാരും ഒക്കെ ചെയ്തതാങ്ങി മുടക്കി, ഓലൊക്കെ നരകത്തിലാണ് എന്റെ അഭിപ്രായം, എന്റെ വാപ്പയും വാപ്പന്റെ വാപ്പയും ഒക്കെ കിടക്കുന്ന നരകം തന്നെ മതി എനിക്ക് എന്ന് പറഞ്ഞത് ആദ്യം മക്കയിലെ ഖുറൈശികളാ, ബഹുദൈവ വിശ്വാസികളാ. എന്നിട്ട് അവര് റസൂലിനോട് ചോദിച്ചു, മുഹമ്മദേ, ഇത്രയും നല്ല മനുഷ്യന്മാര്, ഇത്രയും നല്ല പുണ്യപുരുഷന്മാര്, ഇവരെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കല്ല, ഓലെ കബറിന്റെ അടുത്ത് പോയിട്ട് അള്ളാന്റെ അടുത്തേക്ക് അടുക്കാൻ ശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെപ്പറ്റി ഇങ്ങനെ പരിചയപ്പെടുത്തി. അന്ന് മക്കക്കാര് നബീന്റെ മുഖത്തോക്കി പറഞ്ഞു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. നബിയെ മുഹമ്മദേ, ഞങ്ങൾ ആ കബറിങ്കൽ പോകുന്നത് അള്ളാന്റെ അടുത്തേക്ക് ഞങ്ങളെ റബ്ബൊന്ന് അടുപ്പിക്കുന്നുള്ള വിശ്വാസത്തിലാണ്. ഉടനെ റസൂല് തിരിച്ചോദിക്കൊടുത്ത്, ഇന്ന റബ്ബി കരീബ് മുജീബ്, അള്ളാഹ് നിങ്ങളെ കണ്ട നാടിന്റെ അടുത്തുണ്ട്. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, ആ കബറിങ്കൽ പോയി പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹ് ആ കബറാളികൾ കേൾക്കൂല. വലൗ സമീഉ, നിങ്ങളെ സമാധാനത്തിന് കേട്ടെന്ന് വെച്ചാൽ പോലും കബറിന്റെ മുകളിലിരിക്കുന്ന നിങ്ങൾക്കൊരു ഉത്തരം തരാൻ പോലും ആ കബർ കിടക്കുന്നവന് പറ്റൂല. അവര് സൃഷ്ടികളാ, ഒരു കാരക്കന്റെ ഉള്ളിലുള്ള കുരുവിന്റെ പാട പോലും സൃഷ്ടിക്കാത്തവർ. ഇത് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളുടെ ഇന്നത്തെ സ്വഭാവം എന്താ? ഇന്നാണ് റസൂലുള്ള കേരളത്തിൽ വരുന്നതെങ്കിൽ എത്ര കബർ റസൂലിനും സഹാബാക്കൾക്ക് ഇടിച്ചു നിരപ്പാക്കാണ്ടാവും? എത്ര കബറുകളുടെ പേരിൽ മുസ്ലിം സമുദായത്തിനെ പ്രവാചകൻ കുറ്റപ്പെടുത്തും? ഇനി അതിനും തീരാത്തതോ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് അള്ള കൊടുക്കുന്ന കറാമത്ത് കിട്ടുമ്പോഴേ അവൻ അറിയൂ ഇത് അള്ളാന്റെ കഴിവാണ്. എന്നാൽ ആ കറാമത്ത് പിന്നെ ഉപയോഗിക്കാൻ കഴിവുണ്ടോ? ഇല്ല. കാരണം മൂസാ നബിയോട് അള്ള ചോദിച്ചു, മൂസാ കയ്യിൽ എന്താ? റബ്ബേ, ആടുകൾക്ക് ഇല തയ്ച്ചു കൊടുക്കാൻ ഒരു വടി.
അള്ള പറഞ്ഞെങ്കിലും മൂസ നിലത്തിട്. എന്തിനു റബ്ബേ? നീ ഇടു മൂസ. നിലത്തിട്ട വടി പാമ്പായപ്പോ ആദ്യം ഓടിയതാരാന്നറിയോ? മൂസാ നബിയാ. മൂസാ നബി ഓടുമ്പോ റബ്ബ് പറഞ്ഞു, ഓടല്ലേ മൂസ, ഭയപ്പെടല്ലേ, അത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. നീ ആ പാമ്പിനെ പിടിക്ക്. പാമ്പിനെ പിടിച്ചു, വടിയായി മാറി. അതേ വടിയും പിടിച്ച് തന്റെ ഉമ്മത്തിനെയും കൂട്ടി ചെങ്കടലിന്റെ വക്കിലെത്തുന്ന മൂസാ നബി എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെടുമ്പോ മൂസാ നബി റബ്ബിനോട് ദുആ ചെയ്തപ്പോ അള്ള പറഞ്ഞു, മൂസ വടിയുണ്ട് ചെങ്കടലിനടിക്കി. മൂസാ നബി സ്വാഭാവികമായും ചോദിക്കേണ്ടത് എന്താ? പടച്ചോനെ, പാമ്പായാൽ വെള്ളത്തിന്റെ ഉള്ളിൽ കൊടുത്തു പോകൂലേന്നാ. പക്ഷെ അള്ള പറഞ്ഞു, അടി മൂസ. അടിച്ചപ്പോഴേക്കും ആ കടല് രണ്ട് ഭാഗമായിട്ട് നിന്നു. പിന്നെ മരിക്കുന്നത് വരെ മൂസാ നബിന്റെ വടി ആ ലോകത്തുണ്ട്. എന്തേ മൂസാ നബി പിന്നെ ആ വടി വിൽപ്പന നടത്താത്ത, ആ വടിയിട്ട വെള്ളം കുടിപ്പിക്കാത്ത, നാട്ടുകാരെ സകല പ്രശ്നത്തിനും ആ വടി കൊണ്ടുപോകാത്ത? കാരണം അള്ള ബോധ്യപ്പെടുത്തി, നിങ്ങൾക്ക് അള്ള നൽകുന്ന കറാമത്ത് അപ്പോഴേ ഉണ്ടാവും, പിന്നെ അത് അള്ളാഹു നൽകുന്ന സമയങ്ങളിലേക്ക് ഇട്ടോ. പക്ഷെ ഇന്ന് അള്ളാനേക്കാളും വലിയ കറാമത്തിന്റെ വിശദീകരണങ്ങളാ. ഇപ്പോഴും ഈ സെക്കൻഡിലും മടവൂരിൽ കിടക്കുന്ന ഒരു മക്കാമ് കിടക്കുന്ന വ്യക്തി ഹിളർ നബിയോടും ജിബ്രീലിനോടുമൊപ്പം വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കലുണ്ട് എന്ന് വിശദീകരിക്കുമ്പോൾ അത് തൊണ്ട തൊടാതെ വീങ്ങാൻ തോന്നുന്നില്ലേ? അതല്ലെങ്കിൽ പെട്രോൾ തീർന്ന കാറിൽ ചവാമറിൽ തിളച്ച വെള്ളമൊഴിച്ച് 4 ദിവസം ഷെയ്ഖുനാനെയും കൊണ്ടുവച്ച് കാറോടിയിട്ട് തിരിച്ച് പള്ളിമുറ്റത്തെത്തി ടാങ്ക് പരിശോധിച്ച് നോക്കുമ്പോൾ തിളച്ച വെള്ളം കണ്ട് കറാമത്തിൽ കള്ളു തള്ളിയ കഥ കേട്ടിട്ടില്ലേ? 18 കൊല്ലം ഗർഭിണിയാവാത്ത കിടന്ന പെണ്ണിന് തിന്നുന്നതിന്റെ അടുത്ത് കോഴിക്കാല് നീട്ടിക്കൊടുത്തപ്പം ഗർഭം ധരിച്ച പെണ്ണിന്റെ കഥ കേട്ട് കേരളത്തിലെ പലരും അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ വിളിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, അള്ള പഠിപ്പിച്ച വിശ്വാസത്തിന്റെ എത്രയോ അകലത്തിലാ ഞാനുങ്ങളും. അള്ളാഹുവിനെ ആർക്കും തള്ളിപ്പറയാ, അള്ളാഹിനെ ആർക്കും കുറ്റപ്പെടുത്താം. ഞാനൊരു മൈക്ക് കെട്ടിയിട്ട് പടച്ചോൻ ഒരു കഴിവില്ലാന്ന് പറഞ്ഞാൽ ഒരുത്തനും മറുപടി അറിയാൻ വരൂല. പക്ഷേ ഇന്ന ജാറം അക്ബറുകൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് അവിടെ മറുപടി ഉണ്ടാവും. റബ്ബിന്റെ മാർഗത്തിൽ, വിശ്വാസങ്ങളിൽ. ഇനിയോ അള്ള ഹറാമാക്കിയതാ പച്ചിറച്ചി തിന്നല്. ഇന്നാകെ മനുഷ്യൻ പൈസ എടുത്തു വാങ്ങുന്നത് പോത്തിന്റെ അല്ലത്തിന്റെ ഇറച്ചിയുള്ളൂ, ബാക്കി യഥേഷ്ടം തിന്നത് പച്ചിറച്ചിയാ. ഓരോരുത്തരും കണക്കിന് കഴിക്കാൻ തുടങ്ങി. ആരാന്റെ കുറ്റം കുറവ്? ഓരോരുത്തരുടെ പച്ചമാംസം തിന്നുന്നതിൽ ഒരറപ്പും കാണിക്കൂല. തന്റെ 2 തേറ്റയും ഉപയോഗിച്ച് വാരി വലിച്ച് തിന്നോണ്ടിരിക്കുക മനുഷ്യന്മാർ. ഒരു കാലത്ത് സരിത, പിന്നൊരു കാലത്ത് സ്വപ്ന, കുറെ കാലത്ത് ഉമ്മൻചാണ്ടി, വേറെ കുറെ രാഷ്ട്രീയം, മതം, സാമുദായികം. ആർക്കും എന്തും പച്ചയിറച്ചി തിന്നാന്നുള്ള തോന്നൽ. സോഷ്യൽ മീഡിയ എന്തിനാ? ആൾക്കൂട്ട വിചാരണ ചെയ്യാൻ. അള്ള പൊറുത്താലും നാട്ടിലാങ്ങളാര് പൊറുക്കൂല, നാട്ടിലെ കുടുംബക്കാർ പൊറുക്കൂല. സോഷ്യൽ മീഡിയയിലൂടെ മാനത്തിന് വില പറയുന്നവരില്ലേ? ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് പച്ചയിറച്ചി തിന്നുന്നവരില്ലേ? ഇതൊക്കെ തിന്നുന്നവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ വാക്ക് കാരണം ഒരു നെഞ്ചെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു തുള്ളി കണ്ണീരെങ്കിലും ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്വർഗം കെടുത്തിക്കളയാൻ ആ കണ്ണീരിന് വിലയുണ്ട്. പക്ഷെ മനുഷ്യന്മാര് ചിന്തിക്കൂലെന്ന്. ആരാന്റെ കുറ്റം പറയാൻ? കിട്ടിയാൽ കിട്ടിയ കോഴിക്കുട്ടികളെ മാതിരി പറക്കുകയില്ല. സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്ന 5 ആൾക്കാർ ഒരു സുബഹിക്ക് 4 ആള് മാത്രം വരിക. ഒരുത്തനെന്തോ സൂക്കേട് വന്ന് തിരിച്ചോന്നവരെ കുറ്റം വരാത്തവന്റെതാണ്. ഒരാളൊരു സദസ്സിലില്ലെങ്കിൽ ഇങ്ങനെ എത്രയെത്ര കുറ്റങ്ങളും കുറവുകളും പേറി നടക്കുന്ന മനസ്സുകളാ അള്ള ഹറാമാക്കിയതാ, നിഷിദ്ധാക്കിയതാ. നിങ്ങളത് പറയാൻ പാടില്ല, കുത്തുവാക്ക് പറയാൻ പാടില്ല. ഖുർആൻ നിരോധിച്ചതാ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്കുകളെ കൊണ്ട് നിങ്ങളൊരു മനസ്സ് മുറിപ്പിക്കരുത്. വലാ യഅ്തബ് ബഅദുക്കും, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ പച്ചയിറച്ചി തിന്നരുത്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി ചെയ്യരുത്. ഇവിടെ കിട്ടുന്ന അവിടെ പോയി പറയരുത്, അവിടെ കിട്ടുന്ന ഇവിടെ വന്ന് പറയരുത്. രണ്ടിന്റെ ഇടക്ക് കിടന്നിട്ട് ചോര കുടിക്കരുത്. ഇല്ലാത്തത് ഉണ്ടാക്കി പറയരുത്. തോന്നിയത്, മനസ്സ് തോന്നിയത് വിളിച്ചു പറയരുത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹഫ്സ ബീവിനെ ഒരിക്കൽ വിളിച്ചു, നബിയെ നിങ്ങൾക്ക് ആ കുള്ളത്തിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടില്ലേ? കാരണം ഹഫ്സ ബീവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു മധുരള്ള തേന് എന്തോന്ന് മിക്സാക്കിയ ഒരു ഭക്ഷണം റസൂലുള്ള കഴിച്ചപ്പോ റസൂലുള്ളാക്ക് ഭയങ്കര സന്തോഷം തോന്നി. റസൂല് ചോദിച്ചു, ഹഫ്സ നിന്റെ ആയിഷക്ക് ഇനി കുറച്ചത് തരുമോ? ഹഫ്സ ബീവി വേഗം ഒരു പാത്രത്തിൽ എടുത്തു. വീട്ടിലെത്തി റസൂലുള്ള ആയിഷ ബീവിന്റെ നേരെ നീട്ടി. ആയിഷ ബീവി ഒരൊറ്റ തട്ട. എന്നിട്ട് പറഞ്ഞു, റസൂലേ എനിക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുള്ളത്തിനോട് ഒരു ഇച്ചിരി ഇഷ്ടം കൂടുതലാ. അള്ളാന്റെ ഹബീബ് അന്ന് വരെ ആയിഷ ബീവിനോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ആയിഷ ബീവിനോട് മുഖം കറുത്ത് റസൂല് സംസാരിച്ചിട്ടില്ല. ആ റസൂൽ അന്ന് കുനിഞ്ഞിരുന്ന് പൊട്ടിപ്പോയ പാത്രങ്ങൾ എടുത്തു വെക്കുമ്പം ആയിഷ ബീവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആയിഷ നീ ആ പറഞ്ഞ കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു പോവുകയായിരുന്നു ആയിഷ. കടലും കടലിലുള്ളതും
ഇന്നും 289 യാത്രക്കാരുമായിട്ട് അപ്രത്യക്ഷമായ ഒരു വിമാനം ഈ കടലിൽ എവിടെയാ നശിച്ചത് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചൊരു കാലത്ത് ആ വിമാനം കടലിന്റെ ഏതു ഭാഗത്താന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കടലിന്റെ ഒരു പരിധിയിലധികം മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ആ കടൽ ചൂണ്ടിയിട്ട് അള്ളാന്റെ ഹബീബുള്ള പറഞ്ഞു, നീ പറഞ്ഞ കുള്ളത്തി 3 അക്ഷരേ ഉള്ളൂ, അത് കടലിൽ കലക്കിയാൽ കടല് പോലും നശിച്ചുകയായിരുന്നു ആയിഷ. ഞമ്മക്കാരെ പറ്റി പറയാം, എല്ലില്ലാത്ത തൊള്ളേല നാവ് നാട്ടുകാരെ പച്ചയിറച്ചി തിന്നാനും മനസ്സു തോന്നുന്നതും പറയാനാന്നുള്ള ധാരണയിലാണ് നമ്മളിൽ പലരും. അതെന്ത് പറഞ്ഞാലും ആരും ചോദ്യം ചെയ്യൂല എന്നുള്ള തോന്നല്. ഇന്നലെ ഇതിന്റെ ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ കേട്ടില്ലേ, ഒരു സൈനികന്റെ പേരിൽ ആരോപണം ഉണ്ടായി. പെണ്ണ് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു എന്നെ ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു എന്ന്. 14 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ പരിശോധനയിൽ തെളിഞ്ഞു ഓള് കുടിച്ചതേശം ഓവറായി പോയതാ, അല്ലാണ്ട് പീഡനമൊന്നും നടന്നിട്ടില്ല. 14 ദിവസം ചാനൽ ചർച്ചന്റെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആ ചെറുപ്പക്കാരനെ തെറി വിളിച്ചവരിൽ ആരെങ്കിലും ആ മനുഷ്യരോട് നേരിട്ട് മാപ്പ് പറയാൻ പോയോ? കൈ പിടിച്ച് പൊരുത്തപ്പെടിച്ചോ? പറയുന്ന വാക്കും വാവിട്ട വാക്കും നാളെ പടച്ചോന്റെ അടുത്ത് നമുക്ക് ശാപമായിട്ട് തിരിച്ചു വരും. ഇത്തക്കിൽ മഹാരും അല്ലൊരു കാര്യം നിഷിദ്ധാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു രസത്തിനും പോകരുത്, ഒരു സമാധാനത്തിനും നിങ്ങൾ അതിലേക്ക് പോകരുത്. ആ ഹറാമ് ഞാൻ കൊന്നാലും ചെയ്യൂല എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, പെട്ടെന്നൊന്നും ചിലപ്പം ലോണൊന്നും പലിശയൊന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് വരും. എന്നാലും അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ പ്രാർത്ഥിക്കണം, പഠിച്ചോൻ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം. കാലങ്ങളോളം മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹറാമാക്കല്ലേ റബ്ബേ. ഇങ്ങനെ പലിശയിലും ലോണിലും ജീവിച്ചിട്ട് എന്റെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്ന ഇനി കുറ്റാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം, രക്ഷപ്പെടാൻ തേടണം. അതൊരു വഴി കാണിച്ചു തരും. അതുകൊണ്ടാണ് ഇത് കേട്ടപ്പം സഹാബാക്കൾ മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോ ഭാര്യമാര് വാതില് തടഞ്ഞു നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാരണം പട്ടിണി ഞങ്ങൾ കിടക്കും, പക്ഷെ നിങ്ങൾ കാരണം നരകത്തേക്ക് ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു വറ്റ് നിങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് കേട്ടോ. നാളെ പരലോകത്ത് മക്കള് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എപ്പോഴാ? ആ വാപ്പ അറിയാത്ത നിലക്ക് മക്കളെ ഹറാമ് തീറ്റിച്ചതിന്റെ പേരിലാണ്. മക്കള് കൈ ചൂണ്ടി ചോദിക്കും, വാപ്പാ നിങ്ങൾ ഞങ്ങളെ ഹറാമ് തീറ്റിച്ചിട്ട് ഞങ്ങളെയും കൂടി നശിപ്പിച്ചില്ലേ? സുബഹി നിസ്കരിച്ച് സലാം വിട്ടി എഴുന്നേറ്റോടുന്ന ഒരു സുഹാബിയോട് റസൂൽ ചോദിച്ചു, അല്ല സഹോദരാ ദിക്റും ദുആകളൊന്നുമില്ലേ? ആ സുഹാബി പറഞ്ഞു, നബിയെ എന്റെ അയൽപ്പക്കക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് നബിയെ, ഞാനും മക്കളും 4 ദിവസമായിട്ട് പട്ടിണിയാ റസൂലേ. ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും ആ ഈത്തപ്പഴം എന്റെ പറമ്പുക്കും മുകും. എന്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന്റെ ഇടക്ക് എനിക്ക് ആ കാരക്കെടുത്തിട്ട് ഓന്റെ പറമ്പ് കിടണം. റസൂൽ ചോൻ ഏതാ? സുഹാബിയ? അല്ല റസൂലെ, ജൂതനാണ്. അമുസ്ലിമായ ഒരുത്തന്റെ സമ്പത്ത് പോലും അപഹരിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. നമ്മളോ അള്ളാഹ് ഹറാമാക്കിയത് എന്നെ വാരി പിടിച്ചുകൊണ്ടിരിക്കുക, ആളെ പറ്റിച്ചിട്ടും കൊന്നിട്ടും തന്ത്രത്തിലൂടെയും പൈസ ഉണ്ടാക്കുക. എനിക്ക് മുതലുണ്ടാക്കാൻ ഈ മിമ്പർ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ പുരോഹിതൻ, പണ്ഡിതൻ, പാമരനൊന്നും വ്യത്യാസമല്ല. ഈ മിമ്പർ ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരു 10 ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രസംഗം കഴിഞ്ഞിട്ടാ പറയാം, ഒരു ബിസിനസ് ഉണ്ട് കേട്ടോ, എന്തേ നിങ്ങൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം. എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും വിശ്വസിക്കുന്ന നിങ്ങളിൽ പലരും ഇൻവെസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ പ്രസംഗത്തിനെയാണ്. ഇന്ന് വരെ ഞാനൊരു MBA ബിരുദെടുത്തിട്ടില്ല, ഒരു കച്ചവടം നടത്തിയിട്ടില്ല, ഒരു ബിസിനസിന്റെ അവസ്ഥ എനിക്കറിയൂല, ഒരു ഷോപ്പ് എങ്ങനെ വാടകയ്ക്ക് എടുക്കണമെന്ന് പോലും എനിക്കറിയൂല, ഒരു ആടിനെങ്ങനെ മേക്കണമെന്ന് പോലും എനിക്കറിയൂല. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ പദവിയും പത്രാസും എന്റെ മിമ്പർ ഉപയോഗിച്ചിട്ട് പറയാം 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം. കിട്ടിയ 50 കോടി അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മാസത്തിൽ അതിൽ തന്നെ എടുത്തിട്ട് ഞാൻ ഓൽക്ക് കുറച്ച് കൊടുക്കും. പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും, ഇത് പൊളിഞ്ഞിട്ടോ പോവുകയാണ്. ഇട്ട് അതിന് ലാഭം പ്രതീക്ഷിച്ചിരിക്കുന്ന പലരും ഇപ്പൊ കുത്തുവാളെടുക്കുക. നിങ്ങൾ എന്തേ അതിൽ ലാഭടാനുള്ള കാരണം? ഇത് പൊളിയുമ്പോഴാ പലരും നാട്ടുകാരോട് വിവരം പറയാ. പൊളിയുന്നവരെ പറയൂല. അതെന്താ? പൊളിയുന്നവരെ കിട്ടുന്നൊക്കെ ഓന്റെ ഹലാല. മേലനങ്ങാണ്ട് 10,000 മാസത്തിൽ വെച്ച് കിട്ടെങ്കിൽ ആരും അറിയണ്ടല്ലോ, വാങ്ങിത്തുന്നും. ഇത് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടുകാരോട് മൊത്തം പറയും, ഓൻ പറ്റിച്ചു, ബം പറ്റിച്ചു, ബങ്കുവെ ചേർത്ത് ബങ്കൂട്ടി. ഈ ചേർക്കാൻ വന്നവനോട് അതിന്റെ മുൻപ് നാട്ടിലുള്ള ഒരു ഉലമാനെ ചെന്ന് കണ്ടിത് ഹക്കോ ബാത്തിലോ എന്ന് ചോദിക്കാത്തത് എന്തേ? കിട്ടുന്നത് ഇങ്ങ് പോരട്ടെ, പൊളിഞ്ഞാ നാട്ടുകാരോട് പറയാന്നുള്ളതാരാണ്? അതാ ഇന്ന് ഇസ്ലാം. ഇന്ന് പലരെയും മനസ്സ് ഇത്തക്കിൽ മഹാരും ഒരു കാര്യം ഹറാമാന്നറിഞ്ഞ അതിലെന്ത് ലാഭം കിട്ടിയാലും നിങ്ങൾ അതിന് മെനക്കെടരുത്. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കുണ്ടാവേണ്ട മറ്റൊരറിവ്, വർള ബിമാ ഖസമല്ലാഹു ലക ഫതകുൻ വഗന്നന്നാസ്. നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ? സ്വസ്ഥത വേണോ? മനസ്സിന് ഐശ്വര്യം വേണോ? എന്തുണ്ടായാ മതി? വർള ബിമാ ഖസമല്ലാഹു ലക. അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടാ മതി. അള്ള വിധിച്ചത് നമുക്ക് കിട്ടുന്നുള്ളത് 100% സത്യ. അള്ള വിധിക്കാത്തത് ലോകത്താരെ കൂട്ടുപിടിച്ചാലും നമുക്ക് കിട്ടുകയില്ല.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഏത് കോട്ട കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിലും അള്ള നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വായിലെത്തും. പക്ഷെ നിന്റെ ചുണ്ടോടടുപ്പിച്ചത് നിനക്കല്ല വിധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ചുണ്ടും ഒന്ന് പടച്ചം കൊണ്ടുകയും ചെയ്യും. ഉദാഹരണമായി ആന്ധ്രയിലും ഗുജറാത്തിലും നെൽപ്പാടങ്ങളിൽ കിടക്കുന്ന 100 കണക്കിന് കതിരുകളിലെ അരിമണികൾ അവിടെ നിന്നും ശുദ്ധീകരിച്ച് ചാക്കുകളിലായി തീവണ്ടി മാർഗം ഏതെങ്കിലും ഗോഡൌണുകളിലേക്ക് എത്തിയ ഗോഡൌണിൽ നിന്നും വലിയങ്ങാടിയിലെത്തി, വലിയങ്ങാടിയിൽ നിന്നും നന്മണ്ടയിലെ പലചരക്ക് കടയിലെത്തി. ആ പലചരക്ക് കടയിലെ അരിച്ചാക്കിന്റെ പകുതി എത്തിയപ്പോൾ ഞാൻ എന്റെ ഷീട്ടുമായി ആ കടയിൽ കയറി. ആ അരിച്ചാക്കിന്റെ പകുതിയിൽ എന്റെ 5 കിലോ അരി എന്റെ പത്തായത്തിൽ എന്റെ വീട്ടിൽ എന്റെ വയറിലെത്താൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെത്തും. അത് അള്ളാന്റെ കല. ആന്ധ്രയിൽ കിടക്കുന്ന നെൽമണി ഇന്റെ വയറ്റിൽ കിടക്കണമെന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിന്റെ വയറ്റിൽ തന്നെ കിടക്കും. വർളബിമാ ഖസമല്ലാഹുലക, അള്ളാഹു വിധിക്കുന്നത് നമുക്ക് കിട്ടും. നമ്മൾ ബേജാറാവണ്ട, ഒരു സങ്കടവും വേണ്ട. അള്ള വിധിച്ചിട്ടില്ലേ, നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും നമുക്കത് കിട്ടിയില്ല. പക്ഷെ ഇന്ന് ആർത്തിയ മനുഷ്യനെ ആർത്തി പിടിച്ചോടുക, ജീവിക്കാൻ പോലും മറന്ന് പൈസന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ആയുസ് തീരുന്നവരെ മുതലുണ്ടാക്കും, അവസാനം കുറെ സൂക്കേടുമായി അള്ളാന്റെ മണ്ണിലേക്ക് മടങ്ങും. മഹാനായ റസൂൽ ചോദിച്ചൊരു ചോദ്യല്ലേ, മാലി വമാലി വഖാല ഇബ്നു ആദം മാലി വമാലി. ആദമിന്റെ മക്കൾ പറയാ, ധനം പണം ഇന്നതാ പവറ്. നാട്ടുകാരുടെ മുൻപിൽ പത്രാസ് കാണിക്കാൻ, ഈഗോ കാണിക്കാൻ, പൊങ്ങച്ചത്തിൽ ജീവിക്കാൻ മുതല് വേണം. അവസാനം കൊണ്ടുപോകുന്നതോ വെട്ടിപ്പിടിച്ച സമ്പാദ്യത്തിൽ നിന്ന് 100 ഉറുപ്പ്യന്റെ താഴെയുള്ള 3 വെള്ളത്തുണി, 100 ഉറുപ്പ്യന്റെ താഴെയുള്ള 3 വെള്ളത്തുണി. ഇതല്ലാത്ത ഈ ലോകത്തുനിന്ന് ഒരാൾ എന്തെങ്കിലും കൊണ്ടുപോയതായിട്ട് ഈ ലോകത്തിന് തെളിയിക്കാൻ പറ്റൂല. ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഭംഗിയുള്ള വസ്ത്രത്തിൽ ഓനെ കടത്തൂല, ഓനേറ്റവും പ്രിയപ്പെട്ട വാച്ചോനെ കൊണ്ട് കെട്ടിക്കൂല, ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റോ വളകളോ കൈമല് വെക്കൂല. എന്തിന്? മരിച്ചോയ വല്യന്മാരെ ചെവിട്ടിന്റെ ഉള്ളിൽ പറ്റിക്കിടക്കുന്ന ചിറ്റുപോലും മക്കൾ പൊട്ടിച്ചെടുത്തിട്ടേ ആ അമ്മാനെ കബറിന്റെ ഉള്ളിലേക്ക് വെക്കൂ. മാലി വമാലി, ആർത്തിയ മനുഷ്യനെ. എന്തൊക്കെ കള്ളത്തരത്തിൽ കൂടിയ മനുഷ്യന്മാർ പൈസ ഉണ്ടാക്കുന്നത്, വിശ്വാസങ്ങളെ വഞ്ചിക്കുന്നവര്. ഏതൊക്കെ കോലത്തിൽ ഓരോരുത്തർ മുതലുണ്ടാക്കാന്ന് ചിന്തിക്കുക. നെറ്റ് മാർക്കറ്റിംഗ് ഒരു ഭാഗത്ത്, വേറെ ഭാഗത്തില്ലാത്ത ബിസിനസിന്റെ പേരിൽ വേറെ അളവിലും തുക്കലും കൃത്രിമം കാണിച്ച്. കഴിഞ്ഞ ദിവസം ഏതാനും നോമ്പിന്റെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടില്ലേ പത്രത്തിൽ, 10-17 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തുള്ളത് ഊട്ടിയൊരുക്കി നാട്ടിലൊരു 4 സെന്റ് വാങ്ങി ഭാര്യന്റെയും മക്കളെ ഇതൊക്കെ വിറ്റുപെറുക്കിയിട്ട് അവനൊരു വീട് പണി തുടങ്ങിയതാ. 50 ചാക്ക് സിമന്റ് ആ വീടിനാകെ വേണ്ടുള്ളൂ. 480 സ്ക്വയർ ഫീറ്റിന്റെ വീട്, സ്വപ്നം കണ്ട് കെട്ടിപ്പടുത്ത വീട് വാർപ്പിന്റെ അന്ന് കുത്തനെ പൊളിഞ്ഞങ്ങോട്ട് വീണു. പരിശോധിക്കാൻ വന്ന പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു, കുഴപ്പം കല്ലിന. കാരണം ചെങ്കല്ലിന്റെ കനം വീതി 13.5 ഇഞ്ചായിരുന്നു പണ്ട്, ആർത്തിയില്ലാത്ത കാലത്ത്. അവനാന്റെ വീട്ടിന്റെ പറമ്പൊന്ന് വെട്ടുമ്പോ ആർത്തി കൂടി കുഴിന്ന് കുറെ കല്ല് കിട്ടുന്നു തോന്നിയപ്പോ അത് 12.5 ഇഞ്ചാക്കി മാറ്റി ആർത്തിക്കാരൻ. വീണ്ടും ആർത്തിക്കാര് ഒരേ കുളത്തിൽ നിന്ന് കുഴിയിൽ നിന്ന് 100 കണക്കിന് ലോഡ് ഉണ്ടാക്കാൻ വെപ്രാളപ്പെട്ടോൻ അത് 12 ഇഞ്ചാക്കി. ഈ സാധുവിന് ഇറക്കിക്കൊടുത്ത് 11.25 ഇഞ്ചിന്റെതാണ്. ചേർന്ന് നിന്നില്ല കല്ല്, പൊളിഞ്ഞു വീണു കല്ല്. 3 പൈതലുകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പാവം ഭാര്യയും ആ ഭർത്താവും ആ പൊളിഞ്ഞതിന്റെ മുൻപിലിരുന്നിട്ട് കണ്ണീരൊഴിക്കുമ്പോ ഒരു ഇൻഷുറൻസ് പോലില്ലാത്ത ആ പൊരന്റെ മുൻപ് കുത്തിയിരുന്നിട്ട്